ഹായ്, ഫെംടൂൺ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. മുഹ്സിൻ ഇരിക്കൂർ, ലൈഫ് ട്യൂൺ പ്രോഗ്രാം ഡയറക്ടർ. ആഫ്രിക്കയിലെ ഒരു പട്ടണമാണ് മൊഗാദിഷു. അതിനടുത്ത് ഒരു ഗ്രാമത്തിൽ അക്കുഹ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായി വീട്ടിൽ നിന്ന് ഇറങ്ങി സമീപത്തെ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കാത്തു നിൽക്കുകയായിരുന്നു. പുതിയ വസ്ത്രവും ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പാകെ സമർപ്പിക്കാനുള്ള രേഖകളടങ്ങിയ ഫയലും പിടിച്ചുകൊണ്ട് അദ്ദേഹം ബസ്സും വരുന്നത് പ്രതീക്ഷിച്ചിരുന്നു. 10 മണിക്കാണ് ഇൻ്റർവ്യൂ. ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ. മൊഗാദിഷു നഗരത്തിലെ വലിയൊരു ഓട്ടോമൊബൈൽ കമ്പനിയിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് റോഡിൽ ഒരു വൃദ്ധൻ യാത്രക്കിടയിൽ നിന്ന് പോയ തൻ്റെ കാർ സ്റ്റാർട്ടാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് ഈ അക്കുഹ കാണുന്നത്. വൃദ്ധൻ പുറത്തിറങ്ങി കാറിൻ്റെ എഞ്ചിനും മറ്റും പരിശോധിക്കുന്നുണ്ട്. വളരെ നേരം പ്രയത്നിച്ചു, എന്നിട്ടും ആ കാർ സ്റ്റാർട്ടാക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട അക്കുഹ വൃദ്ധനരികിലെത്തിക്കൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒരു മെക്കാനിക്കായ ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കേണ്ടത് അനിവാര്യമാണെന്ന് അക്കുഹയ്ക്ക് തോന്നി. കയ്യിലുള്ള ഫയൽ മാറ്റിവെച്ച് അവൻ കാർ പരിശോധിക്കാൻ തുടങ്ങി. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാർ സ്റ്റാർട്ടാവുകയും ചെയ്തു. വൃദ്ധന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് അക്കുഹയ്ക്ക് നേരെ സന്തോഷത്തോടെ നീട്ടി. എന്നാൽ അക്കുഹ അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് നമുക്കുമുള്ളൊരു മറുപടിയാണ്. ഞാൻ പണം ആഗ്രഹിച്ചല്ല നിങ്ങളെ സഹായിച്ചത്, ഞാൻ എൻ്റെ ഒരു കടമയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകാൻ പുറപ്പെട്ടതായിരുന്നു. ഇപ്പോൾ സമയം കുറേ വൈകി. 10 മണിക്ക് എനിക്ക് പട്ടണത്തിൽ എത്തേണ്ടതായിരുന്നു. എന്നാലും എനിക്ക് പ്രശ്നമില്ല, കാരണം എൻ്റെ അറിവ് കൊണ്ട് മറ്റൊരാളെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ. അതാണ് എൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ ദൗത്യമായി ഞാൻ കാണുന്നതെന്ന് അക്കുഹ പറയുകയാണ്. അപ്പോൾ വൃദ്ധൻ വളരെ സന്തോഷത്തോടുകൂടി അക്കുഹയോട് പറയുകയാണ്, വളരെ നന്ദി സഹോദര, നിൻ്റെ സഹായം എനിക്ക് വളരെയധികം ഉപകാരപ്രദമായി. എനിക്കും 10 മണിക്ക് നഗരത്തിൽ എത്തേണ്ടതുണ്ട്. നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ഇന്ന് നഗരത്തിൽ വിടുകയും ചെയ്യാം. അങ്ങനെ അക്കുഹ വൃദ്ധൻ്റെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കാറിൽ യാത്ര ചെയ്യുകയാണ്. കുറച്ച് വൈകിട്ടാണെങ്കിലും ഇൻ്റർവ്യൂ ഹാളിലേക്ക് അക്കുഹ എത്തി. അപ്പോൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആളുകൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. കുറേ ആളുകൾ ഇൻ്റർവ്യൂവിനായി കാത്തു നിൽക്കുകയും ചെയ്തു. അക്കുഹയുടെ വസ്ത്രത്തിലാവട്ടെ അവിടെ ഇവിടെയായി കരിയും ഓയിലെല്ലാം പുരണ്ടിരുന്നു. ഹാളിലിരിക്കുന്നവർ അവനെ പരിഹാസത്തോടെ നോക്കി. ഇതേത് മനുഷ്യൻ, ഒരു ഇൻ്റർവ്യൂവിന് വന്ന കോലാണിത് എന്നെല്ലാം മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് ആളുകൾ അവനെ പരിഹസിച്ചുകൊണ്ട് നോക്കി. അങ്ങനെ അക്കുഹയുടെ ഊഴമെത്തി. അവൻ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ ഹാജരായി. ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആ പ്രധാന വ്യക്തിയെ കണ്ടപ്പോൾ അവന് അത്ഭുതവും സന്തോഷവും തോന്നി. അത് നേരത്തെ അവൻ സഹായം ചെയ്തു കൊടുത്ത ആ വൃദ്ധനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, നിന്നെ ഇതാ സെലക്ട് ചെയ്തിരിക്കുന്നു, അടുത്ത ആഴ്ചയോടെ നീ ജോലിയിലേക്ക് പ്രവേശിച്ചുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അക്കുഹയ്ക്ക് ഇൻ്റർവ്യൂവിലാണ് പോകുന്നത്. കോട്ടും സൂട്ടും ഇട്ട് ഇൻസൈഡും ചെയ്ത് പോകുമ്പോൾ ഒരാവശ്യവുമില്ലായിരുന്നു ആ കാറ് നന്നാക്കാൻ വേണ്ടി കരിയോയിൽ പെടേണ്ടത്. പക്ഷേ അദ്ദേഹം സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് ആ വൃദ്ധനെ സഹായിക്കാൻ തയ്യാറായി. ഈ സഹായം അവനൊരു നല്ലൊരു ജോലി തന്നെ വാങ്ങിയെടുക്കുവാനും സാധിച്ചു. പിന്നെ ജോലിയും പണവുമെല്ലാം ചിന്തിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. ജോലി ലഭിക്കുക, എന്നിട്ട് പണം സമ്പാദിക്കുക എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് വർദ്ധിച്ചു വരുമ്പോൾ ഈ കഥ ഏറെ പ്രസക്തമാണ്. ജോലി എന്നത് സമൂഹത്തെ സേവിക്കാനുള്ള അവസരമാണെന്ന്, അതിൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് സമൂഹം നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് സഹായം ചെയ്യാനുള്ള എമ്പതിയുടെ മനസ്സെന്ന് പറയുന്നത്. ഉചിതമായ സമയത്ത് തൻ്റെ കർത്തവ്യം നിർവഹിക്കുവാൻ അക്കുഹയ്ക്ക് സാധിച്ചതുകൊണ്ടാണ് ആ വൃദ്ധൻ അവൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി മാറിയതുകൊണ്ടാണ് അവൻ്റെ ആ സഹായം അവൻ്റെ ജീവിതത്തിനെ ഏറ്റവും വലിയ രീതിയിൽ പ്രശോഭിപ്പിക്കുന്ന പ്രവൃത്തിയായി മാറിയതെന്ന് നാം മനസ്സിലാക്കണം. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ തൻ്റെ സാമൂഹികമായ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു ആത്മാർത്ഥത അത് അവനെ വിജയത്തിലേക്ക് നയിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആത്മാർത്ഥമായി നാം സാമൂഹ്യ സേവനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സമൂഹം നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കും. ആ അർത്ഥത്തിൽ സേവന സന്നദ്ധനായി എമ്പതിയുള്ള മനസ്സിനുടമകളായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഏവർക്കും ഫെംടൂണിൻ്റെ സന്തോഷ അഭിവാദ്യങ്ങൾ.